കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ മുണ്ടക്കയം പഞ്ചായത്തിലെ വണ്ടൻപതാൽ പ്ലാന്റേഷൻ ഭാഗത്ത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR അനുപമ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. 4.8 ലക്ഷം രൂപ വകയിരുത്തി ഭൂജല വകുപ്പ് മുഖേന കുഴൽക്കിണർ നിർമ്മിക്കുകയും ഓരോ വീടിനും ടാപ്പ് വെച്ച് കുടിവെള്ളം എത്തുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം ഫൈസൽ മോൻ അധ്യക്ഷത വഹിച്ചു. നിയാസ് കലിപുരിക്കൽ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR അനുപമ സമ്മേളനത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടക്കയം ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം 1 കോടി രൂപയോളം ചെലവഴിച്ച കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയ കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യ ഡിവിഷനാണ് മുണ്ടക്കയമെന്ന് PR അനുപമ പറഞ്ഞു. സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നൊരു നിമിഷമാണിത്. മറ്റൊന്നുമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലെ ഡിവിഷനിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു കുടിവെള്ള മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കിയ ഒരു ഡിവിഷൻ കൂടിയാണ് മുണ്ടക്കയം. പ്രത്യേകിച്ച് ഭൂജല വകുപ്പുമായി ചേർന്നുകൊണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇതുപോലെയുള്ള സ്കീമുകൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. കുഴൽക്കിണർ കുത്തി ഒരുപക്ഷെ ചിലപ്പോൾ ഹാൻഡ് പമ്പ് വെക്കും, അല്ലെങ്കിൽ വെക്കില്ല, അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്ന ജനപ്രതിനിധിയായതിനു ശേഷമാണ്. ഇതുപോലെ കുഴൽക്കിണർ കുത്തി നമുക്ക് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ 10,000 ലിറ്ററിന് മുകളിൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഓരോ വീടുകളിലേക്കും ടാപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് സൗകര്യപ്രദമാകുന്ന രീതിയിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. അത് ഇതിന് ഡിവിഷനിൽ മറ്റ് പല സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലാന്റേഷനിൽ കുഴൽക്കിണർ കുത്തുന്ന സമയത്ത് നമുക്ക് വെള്ളം കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഓരോ വീട്ടിലേക്കും കണക്ഷനാക്കി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. പല ആളുകളും 1000, 1500 രൂപ കൊടുത്ത് അല്ല അതിലധികം പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക്. ഞാനന്ന് ഈ പണി നടക്കുന്ന സമയത്ത് ഇവിടെ സന്ദർശിച്ചപ്പോൾ ഇവർ പറഞ്ഞത് വീട് പണിക്ക് പോലും വെള്ളം പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടാണ് അതിൻ്റെ വാർക്കയും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്നുള്ളത്. അതിനൊരു പരിഹാരം ഇന്ന് കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ടാപ്പ് ഒന്ന് തിരിച്ചാൽ നമുക്ക് ആവശ്യത്തിലധികം വെള്ളം ലഭിക്കുന്നുണ്ട്. അത് തുടരെ ഇനിയും കിട്ടട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അൻസാർ വി കരിൻ, വിപിൻ, സാഗര, രാജൻ എന്നിവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ മേഖലയിലെ ആളുകൾ വില കൊടുത്ത് കുടിവെള്ളം മേടിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ പദ്ധതി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.